പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാവക്കാട് ബൈപ്പാസിൻ്റെ വീഡിയോസാണ്. മഴക്കായിട്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. ചാവക്കാട് ബൈപ്പാസിൻ്റെ വീഡിയോ കുറച്ചായി എടുത്തിട്ട്. അപ്പോൾ മണത്തലേന്നാണ് സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പോൾ തിരക്കേറിയ ചാവക്കാട് പൂർണ്ണമായും ഒഴിവാക്കി പോണൊരു പുതിയൊരു പാതയാണ് ചാവക്കാട് ബൈപ്പാസ്. ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഒരു നോർമലായിട്ട് വലിയൊരു സ്പീഡുള്ള ഒരു വർക്കൊന്നല്ല ഈ ഭാഗത്ത് നടക്കുന്നത്. പിന്നെ ചാവക്കാട് പറഞ്ഞാൽ ശിവാലയ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഇവിടെ വർക്കൊക്കെ നടക്കണ മണ്ണടിക്കലും തെങ്ങും മുറിക്കലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഏകദേശം ശിവാലയ വന്നന്ന് മുതൽ തന്നെ നടക്കുന്ന വർക്കാണ്. പക്ഷേ ഈ ഭാഗത്ത് എന്താ വെച്ചാൽ വളരെ ഫാസ്റ്റ് കുറഞ്ഞിട്ടാണ് വർക്ക് നടക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടേക്ക് വേണ്ട മെറ്റലും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ കൊണ്ടുവന്നു. ഇവിടേക്ക് നല്ല കുറച്ച് അപ്പുറത്തേക്കൊക്കെ ഇവിടുന്ന് തന്നെ എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ഈ ഭാഗത്തൊക്കെ കുറേ മെറ്റലും M7 ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ റോഡിൻ്റെ വർക്കൊന്നും നടക്കുന്നില്ല കേട്ടോ. ഇതിനെ സംബന്ധിച്ച് വർക്കൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ നിന്ന് കുറേ മെറ്റൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയ തോടാണ് കേട്ടോ. തോടിൻ്റെ അവിടെ നിന്ന് മെയിൻ വർക്കൊക്കെ നടക്കുന്ന സ്ഥലം. അപ്പുറത്ത് നല്ല രീതിയിൽ ഫില്ലറിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് പോയിട്ടുള്ള കാഴ്ച കാണിച്ചു തരാം. ഇവിടെ എത്രത്തോണ്ട് പോകാൻ പറ്റി അത്രത്തോണ്ട് പോയി നോക്കാം നമുക്ക്. ഇവിടുന്നുണ്ട് ചെറിയൊരു വൈഡറ്റ് പാലാണ്. അതാണ് ഇവിടെ ഫില്ലറിൻ്റെ കമ്പികളും ഇതൊക്കെ കിടക്കുന്നത് കാണട്ടെ. ഇവിടെ വെച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പൈലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കുറവാണ്, അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നടക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണട്ടോ. അങ്ങനെ അപ്പുറത്തെ സൈഡിൽ ഈ കൂടെ വന്നിട്ടാ വില്യംസിൻ്റെ ഈ കൂടെ. അപ്പോൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വർക്ക് സംബന്ധിച്ച് ഈ ഭാഗത്ത് വളരെ മോശമാണെന്ന് പറയട്ടെ. വളരെ സ്പീഡ് കുറഞ്ഞ ഒരു വർക്കാണ്. ഇത് പറഞ്ഞില്ലേ ശിവാലയ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇവിടെ വർക്ക് നടന്നിട്ട് ഇത്രയൊക്കെ എത്തിയിട്ടുള്ളൂ. അത് ഇവിടെ അത്ര സ്ലോവാണ്. പിന്നെ ഇവിടെ എപ്പോഴും മഴ പെയ്താൽ വർക്ക് നടക്കാത്തൊരു ഏരിയ കൂടിയാണ് കേട്ടോ. കണ്ടില്ലേ ഈ തോട്? ഇത് ചേറ്റുവ മുതൽ കണ്ട് പൊന്നാനി വരെ എത്തുന്ന തോടാണത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യം.
അങ്ങനെ ചാവക്കാട് ബൈപ്പാസ് കഴിഞ്ഞിട്ടാ വില്യംസിൻ്റെ അവിടെ നിന്നാണ് ചേറ്റുവ ഭാഗത്തുനിന്നൊക്കെ വരുമ്പോൾ തുടക്കം. അപ്പോൾ കണ്ടില്ലേ, ഇനി മെയിൻ റോട്ടിൽ കൂടെ തന്നെ, പഴയ റോട്ടിൽ കൂടെ തന്നെയാണ് വീണ്ടും പോവാട്ടാ. ഇനി ഇവിടെ നിന്ന് വാടാനപ്പള്ളിയിലാണ് അടുത്ത ബൈപ്പാസ് ഉള്ളത്. ചാവക്കാട് ബൈപ്പാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമായിട്ടൊരു വർക്ക് നടന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെയൊക്കെ ഒന്നും ജസ്റ്റ് മണ്ണിട്ട് നിരത്തിയിട്ടുള്ളൂ, ഇതേ ലെവലാക്കിയിട്ടുള്ളൂ. അപ്പോൾ ലെഫ്റ്റിലൊക്കെ ഈ കാണുന്ന റേറ്റിലും വർക്ക് നടക്കുന്നിടത്തൊക്കെ ഇതേപോലത്തെ വർക്ക് തന്നെ നടന്നിട്ടുള്ളൂ കേട്ടോ. കാര്യമായിട്ടൊന്നും നമുക്ക് എടുത്തു പറയാനുള്ള ഒരു വർക്ക് ഇവിടെ നടന്നിട്ടില്ല. ചെറിയ രീതിയിലൊക്കെ തന്നെ ഈ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുള്ളൂ. നമ്മളെ ഇടയ്ക്ക് ഈ ഒരു മന്നിലാവുന്ന ഭാഗത്തൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അവിടെ നോക്കുമ്പോൾ ഇവിടെ പണി ഒരു 1% പോലും ആയിട്ടില്ല. ചാവക്കാട് മുതൽ ചേറ്റുവ വരെയാണ് ഇന്നത്തെ വീഡിയോസ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രത്തോണ്ട് വർക്ക് നടക്കണം നിങ്ങൾ വീഡിയോയിലെ നോക്കി നോക്കും. ഈ ഭാഗത്തൊക്കെ വലിയൊരു വ്യത്യാസമായിട്ട് തോന്നുന്നില്ല കേട്ടോ. അതാണ് നിർത്തിയിട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കാത്ത. എന്തെങ്കിലും വ്യത്യാസം കാണുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് എടുക്കണ്ടല്ലോ വെച്ചിട്ടാ, വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകാമെന്ന് മാത്രം. ഇവിടെ കുറച്ച് പണി നടന്നുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ ഇവിടെ തീരെ വർക്ക് നടക്കാത്ത സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ മണ്ണൊക്കെ ഇട്ട് നിരത്തി കുട്ടപ്പനാക്കി ഇട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ അടുത്ത് തന്നെ ചിലപ്പോൾ ടാറിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഭാഗത്തൊക്കെ ലെഫ്റ്റ് സൈഡിൽ മണ്ണിങ്ങനെ കൊടുന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നിരത്തിയിട്ടൊന്നുമില്ല, മണ്ണിങ്ങനെ കൊടുന്ന് തട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ വളരെ സങ്കടമായ ഒരു കാഴ്ച, എപ്പോഴും സങ്കടം വരും കേട്ടോ. എന്താ വെച്ചാൽ അത്രയധികം മരങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, കംപ്ലീറ്റ് മരങ്ങളൊക്കെ വെട്ടി ഒരു മരുഭൂമി പോലെ കിടക്കുന്നുണ്ട്, നീണ്ടു നിവർന്നിട്ട്. ഇനിയും ഇത് മാറും കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും. ചേറ്റുവ ഭാഗത്ത് വന്നവർക്കൊക്കെ അറിയാം, നല്ല രീതിയിൽ തണൽ മരമുള്ളൊരു സ്ഥലമായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഇട്ടുണ്ട് കേട്ടോ, മരം വെട്ടുന്നതും ഒക്കെ ആയിട്ട്. അപ്പം ചേറ്റുവ പാലത്തിൻ്റെ വർക്കൊന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പാലത്തിൻ്റെ അടുത്ത് ഇറങ്ങണില്ല.